പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒന്നാം മാസത്തിൻ്റെ 21ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരൻ 120 സങ്കീർത്തനത്തിൽ പാടുന്നു, ഞാൻ സമാധാനപ്രിയനാകുന്നു, ഞാൻ സംസാരിക്കുമ്പോഴേ അവർ കലശൽ തുടങ്ങുന്നു. സമാധാനമില്ലാത്ത ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ സകല പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം സമാധാനമില്ലായ്മയാണ്. പരസ്പരം രമ്യതയിൽ ജീവിക്കുവാൻ കഴിയുന്നിടത്താണ് സമാധാനം പുലരുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ സമാധാനം കാക്ഷിക്കുന്നതാണെങ്കിലും സാഹചര്യങ്ങൾ തന്നെ സമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല. ദൈവത്തിൽ നിന്നും അകന്നത് നിമിത്തമാണ് മനുഷ്യന് സമാധാനം നഷ്ടമായത്. ആ ബന്ധത്തിൽ തിരികെ പ്രവേശിച്ചാൽ മാത്രമേ നഷ്ടമായ സമാധാനം മടക്കി പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആത്മീയ സമാധാനം നഷ്ടമാകുമ്പോൾ ആന്തരിക സമാധാനവും നഷ്ടമാകും. കൂടാതെ ഒരുവനെ അലട്ടുന്ന ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ ഭാവിയിൽ തനിക്ക് ദോഷമായി തീരുമെന്ന് ചിന്തിക്കുന്ന നിരവധി വിഷയങ്ങൾ എന്നിവ നിമിത്തം ഉള്ള സമാധാനവും കൂടെ നഷ്ടമാകും. അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിട്ട നഷ്ടങ്ങളും പരാജയങ്ങളും നിമിത്തമോ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ നിമിത്തമോ ഭാവിയിൽ തന്നെ സഹായിപ്പാൻ ആരുമുണ്ടാവുകയില്ല എന്ന് ചിന്തിക്കുകയോ നാളെ എങ്ങനെ ജീവിക്കുമെന്നുള്ള ആശങ്കകളോ നിമിത്തവും ഒരുവന് സമാധാനം ഇല്ലാതാകാം. ഇതിനുള്ള പരിഹാരം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ള വ്യക്തികളുമായി യോജിച്ചു പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർ വൈരാഗ്യത്തോടും പുച്ഛത്തോടും ഇടപെടുമ്പോൾ, ദൈവഭയമില്ലാത്ത ശത്രുക്കളുടെ നടുവിൽ അകപ്പെടുമ്പോൾ, രാജ്യനിയമങ്ങൾ കഠിനമാകുമ്പോൾ തുടങ്ങി നിരവധി കാരണങ്ങളാലും ഒരു വ്യക്തിയുടെ സമാധാനം നഷ്ടമാകാം. സമാധാനമായി ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപഫലമായി മനുഷ്യൻ്റെ സമാധാനം നഷ്ടമായി. പാപിയായി തീർന്ന മനുഷ്യൻ്റെ അടിയന്തര ആവശ്യം തൻ്റെ പാപത്തിന് പരിഹാരം കണ്ടെത്തി ദൈവത്തോട് നിരപ്പ് അഥവാ സമാധാനം പ്രാപിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും സാധിക്കുകയില്ല എന്ന് ദൈവം മനസ്സിലാക്കി തന്നെ ദൈവം തന്നെ അതിനൊരു മാർഗം ഉണ്ടാക്കി. യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണം ഈ ശത്രുതയ്ക്ക് നിത്യമായ പരിഹാരം വരുത്തുകയും ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കുകയും ചെയ്തു. സമാധാനം ആർക്കാണ് ലഭിക്കുന്നത്? നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും ജഡത്തിൻ്റെ പല സ്വഭാവങ്ങളും നമ്മെ വിട്ടുപിരിയുകയില്ല. ആകയാൽ ചിലതെല്ലാം നാം ഉപേക്ഷിക്കുകയും ചിലതെല്ലാം സ്വന്തമാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആന്തരികവും ബാഹ്യവുമായ സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ദൈവത്തോട് സമാധാനം പ്രാപിക്കാത്ത ആർക്കും നിലനിൽക്കുന്ന സമാധാനം ഉണ്ടാകുകയില്ല. ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവർ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുവാനുള്ള ക്ഷമയുമില്ല. തങ്ങളെക്കാൾ അധികം യോസഫിനെ അപ്പൻ സ്നേഹിക്കുന്നത് അവൻ്റെ മൂത്ത സഹോദരങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അസൂയ ഉള്ളവർക്ക് സമാധാനം ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ ന്യായമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവർക്കും സമാധാനത്തിൻ്റെ വഴി അവർ അറിയുകയില്ല. അതുപോലെ ദുഷ്ടന്മാർക്കും അഹങ്കാരികൾക്കും സമാധാനം ഒരിക്കലും ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ വചനം അത് അരുളി ചെയ്യുന്നു. സമാധാനം മൊത്തമായും ചില്ലറയായും വിൽക്കുന്ന വലിയ പ്രവാചകന്മാരും ദർശകന്മാരും ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ അരങ്ങ് തകർക്കുന്നുണ്ട്. വ്യക്തികളുടെ തെറ്റുകളെ വചനത്തിൽ വെളിപ്പെടുത്താതെ ശുഭകരമായ ഭാവി മാത്രം പറഞ്ഞ് നടക്കുന്ന ഈ കൂട്ടരുടെ വഞ്ചനയിൽ അനേകർ കുടുങ്ങി അവരുടെ ഉള്ള സമാധാനം കൂടെ
നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദ്രവ്യാഗ്രഹികളായ പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. ലോകത്തിൽ നാം മാത്രം സമാധാനം അനുഭവിച്ചാൽ മതി എന്ന ചിന്ത ശരിയല്ല. സമാധാനമില്ലാതെ ജനകോടികൾ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന സമാധാന മാർഗം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും അവരെയും ഈ സമാധാന പാതയിൽ എത്തിക്കുകയും ചെയ്യേണ്ട ചുമതല നമ്മിൽ നിർബന്ധിതമാണ്. ആകയാൽ പ്രിയ ദൈവപൈതലേ, നാം സമാധാനം ഉണ്ടാക്കുന്നവരും സമാധാനം ആശംസിക്കുന്നവരും ആയിരിക്കണം. മറ്റുള്ളവരുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. സകല മനുഷ്യരോടും സമാധാനത്തോടുകൂടെ ഇടപെടുന്നവരും കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിക്കുവാൻ ദൈവകൽപ്പന നാം അനുസരിക്കുകയും വേണം. അങ്ങനെയുള്ളവർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയും. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നതെന്ന് സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ നമുക്കും പാടുവാൻ കഴിയണം. ആകയാൽ ആത്മാവിൻ്റെ ഫലമായ സമാധാനം നമ്മിൽ ഈ പ്രഭാതം ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നതാ. ഈ 1-ാം മാസത്തിൻ്റെ 21-ാമത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു. എത്രയോ പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ, മക്കളെ ഓർത്ത് സമാധാനമില്ല, മക്കളുടെ തലമുറകളുടെ ഭാവികളെ ഓർത്ത് സമാധാനമില്ല, കടഭാരങ്ങളെ ഓർത്ത് സമാധാനമില്ല, ആരോഗ്യമില്ലാതെ രോഗശയ്യയിലായിക്കൊണ്ട്, ഏകാന്തതയുടെ അനുഭവങ്ങളിലായിക്കൊണ്ട്, വാർദ്ധക്യ ബലഹീനതയിലായിക്കൊണ്ട് അനേകർ സമാധാനമില്ലാതെ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് പ്രഭാതത്തിൽ എല്ലാവരുടെ മേലും സമാധാനം നൽകുന്ന ദൈവപ്രവൃത്തി കർത്താവെ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സമാധാനപ്രിയനാകുന്നു. ഞാൻ സംസാരിക്കുമ്പോഴേ അവർ കലശൽ തുടങ്ങുന്നു. എത്രയോ കുടുംബങ്ങളിൽ സമാധാനമില്ല, കലഹങ്ങൾ. സ്തോത്രം കർത്താവെ, ഭാര്യ ഭർത്താവ്, അപ്പനും അമ്മയും കർത്താവെ, സ്തോത്രം, തലമുറകൾ, സഹോദരങ്ങൾ, അങ്ങനെ സഭകൾ, എത്രയെത്ര പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും കലഹങ്ങളിലും കൂടെ ഓരോ ദിനവും മനുഷ്യൻ കടന്നു പോകുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അങ്ങ് സമാധാനപ്രിയനാകയാൽ ഈ ജനത്തിന് സമാധാനം നൽകി മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം, മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം സമാധാനത്തോടുകൂടെ നടത്തട്ടെ. താങ്ക് യു.